إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تبارك وتعالى في محكم كتابه العزيز: أعوذ بالله من الشيطان الرجيم وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله العلي العظيم. സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ മജ്ലിസിനെ അനുഗ്രഹിക്കുകയും നാളെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലുസ്സാലിഹാത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. ബഹുമാന്യനായ അമീൻ സാഹിബ് എല്ലാ ആഴ്ചയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പഠന വേദിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആൻ പഠനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടർച്ച നഷ്ടപ്പെടാതിരിക്കുന്നതാണ് നല്ലത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി ഒരാൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഖുർആൻ ചർച്ച ചെയ്യുന്ന ഒരു മജ്ലിസ് എന്ന നിലക്ക് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അത് ഏറ്റവും ഊഷ്മളമായി നിലനിർത്തുന്നവരായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഖുർആൻ പഠിക്കുന്ന ഒരു വേദി എന്ന നിലക്ക് വളരെ ആവേശപൂർവം ഈ പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഖുർആൻ പഠിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് നമുക്ക് പല ഉത്തരങ്ങളും പറയാൻ കഴിയും. നല്ലൊരു ഖുർആൻ പണ്ഡിതനാവണം, അല്ലെങ്കിൽ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ഖാരി ആവണം, കുറച്ചും കൂടി ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്ന് ഖുർആൻ ഹിഫ്ലാക്കണം, ഹാഫിളായി മാറണം. ഇങ്ങനെ പല ഉത്തരങ്ങളും നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട ഉത്തരം എൻ്റെ ജീവിതം ഖുർആനികമാവുക എന്നത് തന്നെയാണ്. നമ്മൾ അള്ളാഹുവിനോട് എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 17 തവണകളിലെങ്കിലും ആവർത്തിച്ച് നടത്തുന്ന ഒരു ദുആയുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത് ചുരുങ്ങിയത് നമ്മൾ 17 തവണ ഇത് ആവർത്തിച്ച് ഈ ദുആ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. 17നേക്കാൾ കൂടുതൽ തവണ ഈ പ്രാർത്ഥന നടത്തുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നിർബന്ധിതമായ സ്വഭാവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണിത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ നമ്മോട് ഈ പ്രാർത്ഥന നിരന്തരം ആവർത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള പ്രാർത്ഥന കൂടിയാണത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ പ്രാർത്ഥന നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്താണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അള്ളാഹുവിനോട് നമ്മൾ ഈ ദുആയിലൂടെ ആവശ്യപ്പെടുന്നത്? അത് മറ്റൊന്നുമല്ല, ഹിദായത്ത് കിട്ടണം എന്നുള്ളതാണ്. ഹിദായത്ത് കിട്ടണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ നേരായ വഴിയിൽ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ്. അത് അള്ളാഹ് തന്നെ നൽകിയിട്ട് വേണം, വേറെ എവിടെ ഒന്നും കിട്ടൂല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടയാളെ ഒരിക്കലും നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അള്ളാഹു ഹിദായത്തിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ ജീവിതത്തിൽ ഹിദായത്ത് ലഭ്യമാകണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച ഒരാളുണ്ടായിരുന്നു. അതാരായിരുന്നു? അബൂ ത്വാലിബ്, റസൂലിൻ്റെ മൂത്താപ്പ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മൂത്താപ്പയെ ഹിദായത്തിലാക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. കാരണം റസൂലിന് അത്രമാത്രം ഉപകാരം ചെയ്ത ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അവസാന നിമിഷം വരെയും റസൂൽ അതിന് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. അള്ളാഹിൻ്റെ റസൂൽ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഹിദായത്തില്ലാതെയാണ് അബൂ ത്വാലിബ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അപ്പോൾ റസൂല് ആഗ്രഹിച്ച ആളെപ്പോലും ഹിദായത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം നൽകുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണത്. അതിനേക്കാൾ വലിയ ഒരു സമ്മാനം, ഒരു ഹദിയ, ഒരു നിഅമത്ത്. ഹിദായത്തും ഹദിയയും തമ്മിൽ ഭാഷാപരമായിട്ട് തന്നെ ഒരു ബന്ധമുണ്ട്. അള്ളാഹു നമുക്ക് നൽകുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹദിയയാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ആ ഹിദായത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1 നമ്പർ 2 എന്ന് പറഞ്ഞിങ്ങനെ എണ്ണി 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 കണക്കാക്കിയാൽ അത് അവസാനിക്കൂല, അറ്റമില്ലാതെ തുടരും. അത്രമാത്രം നിഅമത്ത് അള്ളാഹു നിങ്ങൾക്കൊക്കെ പല സ്വഭാവത്തിലും നൽകിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഈ രൂപഭാവം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഈ രൂപഭാവത്തിലുള്ള വേറെ ഒരു സൃഷ്ടി എന്ന വിഭാഗം ഈ ലോകത്ത് വേറല്ല. അഥവാ മനുഷ്യനായി അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു എന്നത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നിഅമത്താണ്. കണ്ണില്ലാത്തവരെ കുറിച്ച് നമ്മളത് ആലോചിക്കുമ്പോഴാണ് കണ്ണിൻ്റെ നിഅമത്ത് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നിഅമത്താണ്. സമ്പത്ത് അള്ളാഹു നൽകിയ നിഅമത്താണ്. സന്താനങ്ങൾ അള്ളാഹു നൽകിയ നിഅമത്താണ്. നമ്മുടെ ചിന്താശേഷിയും ബുദ്ധിശക്തിയും അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്താണ്. നമ്മുടെ വീട് അള്ളാഹു നൽകിയ നിഅമത്താണ്. അങ്ങനെ 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 നമ്മൾ എണ്ണാൻ ശ്രമിച്ചാൽ ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, പക്ഷേ നിഅമത്തുകളില്ലാത്ത ആരും ഈ ദുനിയാവിലില്ല. എന്നാൽ ഈ നിഅമത്തുകൾ നമ്മളിങ്ങനെ ഒരു പട്ടികയായി എഴുതാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പട്ടികയിൽ നമ്പർ 1 എഴുതി വെക്കുന്ന നിഅമത്ത് എന്തായിരിക്കും? അതിന് നമുക്ക് നൽകാൻ കഴിയേണ്ട ഉത്തരം ഹിദായത്ത് എന്ന് തന്നെയാണ്. കാരണം ഹിദായത്തിൻ്റെ അഭാവത്തിൽ വേറെ എന്ത് നിഅമത്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ ഇബ്ലീസിൻ്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. എന്താ കാരണം? ഇബ്ലീസിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ കാരണം എന്താ? ഇബ്ലീസ് യഥാർത്ഥത്തിൽ ജിന്നാണ്. കാനമിനൽ ജിന്നി എന്ന് ഇബ്ലീസിനെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നുണ്ട്. ജിന്നുകളിൽപ്പെട്ട ആളായിരുന്നു ഇബ്ലീസ്. പക്ഷെ ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസ് മലക്കുകളോടൊപ്പമാണ് സദാ ഉണ്ടായിരുന്നത്. മലക്കുകളോടൊപ്പമായിരുന്നു. അതുകൊണ്ടാണല്ലോ വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് എന്ന് പറയുന്നത്. അള്ളാഹു
സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ എല്ലാ മലക്കുകളും അതനുസരിച്ചു. ആരൊഴികെ? ഇബ്ലീസ് മാത്രമായി ചെയ്തില്ല. ഇബ്ലീസ് മാത്രമാണ് സുജൂദ് ചെയ്യാതിരുന്നത്. എങ്ങനെയാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ജിന്നിൽപ്പെട്ട ഇബ്ലീസ് ഉണ്ടായത് എന്ന ചോദ്യത്തിന് മുഫസ്സിറുകൾ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: മലക്കുകൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച വലിയ ആലിമായിരുന്നു ഇബ്ലീസ് എന്നാണ്. എന്നാൽ ഇബ്ലീസിനോളം ഇൽമുള്ള ഒരാൾ മലക്കുകളുടെ കൂട്ടത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അത്രമാത്രം വലിയ ഇൽമിന്റെ ഉടമയായിരുന്നു ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോഴാണ് നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നത്. എന്താ കാരണം? ഇബ്ലീസിന് അള്ളാഹു ഇൽമ് കൊടുത്തു, പക്ഷെ എന്ത് കൊടുത്തില്ല? ഹിദായത്ത് കൊടുത്തില്ല. ഹിദായത്തില്ലാതെ ഇൽമുണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് അള്ളാഹു ഇൽമിന്റെ ബഹർ തന്നെ നൽകിയിട്ടുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരാണ്, പല സ്വഭാവത്തിലുള്ള ഇൽമുകളുടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവരെല്ലാവരും. ആ ഇൽമു കൊണ്ട് ഈ ദുനിയാവിൽ പലതും അവർ നേടിക്കൊണ്ടിരിക്കുന്നവരാ. പക്ഷേ ആ ഇൽമിന്റെ കൂടെ അള്ളാഹു അവർക്ക് ഇബ്ലീസിന് ഹിദായത്ത് കൊടുക്കാത്തതുപോലെ അവർക്ക് ഹിദായത്ത് ലഭ്യമാവാത്തത് കൊണ്ട് തന്നെ അവരുടെ പേര് കേൾക്കുമ്പോൾ, ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ തോന്നുമാറ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാരെ നമുക്ക് ഈ ദുനിയാവിൽ കാണാൻ കഴിയും. അവർക്ക് അള്ളാഹു ഇൽമു കൊടുത്തു, പക്ഷേ ഹിദായത്ത് കൊടുത്തില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ ഒരു ഭരണാധികാരിയാണ് ഫിർഔൻ. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. ഖുർആനിൽ ഏറ്റവും പേര് പരാമർശിക്കപ്പെട്ട രണ്ടാമത്തെ വ്യക്തി ഫിർഔനാണ്. ഒരുപാട് തവണ അയാളുടെ പേര് ആവർത്തിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. ആ ഫിർഔനിന്റെ ചരിത്രവും അള്ളാഹു പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഈജിപ്ത് എന്ന് പറയുന്ന, മിസ്ർ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. അന റബ്ബുക്കുമുൽ അഅ്ലാ എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, എന്നേക്കാൾ വലിയ ഒരു പടച്ചോൻ തന്നെ ഈ ദുനിയാവിലില്ല. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഫിർഔൻ. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, എന്നെ കൂടാതെ ഈ ലോകത്ത് വേറെ ഒരു ഇലാഹ്, ഒരു പടച്ചോൻ, ഞാനല്ലാതെ ഈ ഭൂമിയിൽ വേറെ ഒരു പടച്ചോൻ ഉണ്ട് എന്ന അറിവ് പോലും എനിക്കില്ല എന്ന് പറഞ്ഞ അങ്ങേയറ്റത്തെ ധിക്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് ഒരു രാജ്യത്തെയും ഒരു ലോകത്തെയും അടക്കി ഭരിച്ച ഏകാധിപതിയായ ഭരണാധികാരിയാണ് ഫിർഔൻ. അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശം എനിക്കുള്ളതാണ്. ഇവിടെയുള്ള പുഴകളും നദികളും ഒക്കെ ഒഴുകുന്നത് എൻ്റെ കാൽച്ചുവട്ടിലാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അള്ളാഹിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിശേഷണങ്ങൾ എന്താണ്? ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. അള്ളാഹു റബ്ബാണ്, അള്ളാഹു ഇലാഹാണ്, അള്ളാഹു മലിക്കാണ്. ഈ 3 അള്ളാഹുവിൻ്റെ ഈ 3 സിഫത്തുകളും എൻ്റേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് ഭരണം നടത്തിയ ഒരാളായിരുന്നു ഫിർഔൻ, അല്ലെങ്കിൽ ഫറോവ. ആ ഫറോവക്ക് അള്ളാഹു ഒരുപാട് അധികാരം അള്ളാഹു കൊടുത്തു. ഒരു നാട് മുഴുവനും അടക്കി ഭരിക്കാനുള്ള സ്വാധീന ശേഷി ആ മനുഷ്യന് അള്ളാഹു കൊടുത്തു. പക്ഷേ അതിൻ്റെ കൂടെ ഹിദായത്ത് മാത്രം കൊടുത്തില്ല. ഹിദായത്തില്ലാതെ അധികാരം കിട്ടിയിട്ട് കാര്യമില്ല, ഹിദായത്തില്ലാതെ ഭരണം ലഭ്യമായിട്ട് കാര്യമില്ല എന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ട ഭരണാധികാരികളുടെ ഒന്നാമത്തെ മാതൃക വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഈ ഫറോവ എന്ന് പറയുന്ന ഭരണാധികാരിയെ മുന്നിൽ വെച്ചുകൊണ്ട്. ആ ഫിർഔനിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ എന്ന് പറഞ്ഞ് ഹാമാൻ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വലിയ സൈന്യാധിപനായിരുന്നു, വലിയ ശാരീരികമായ കരുത്തുള്ള സിഹത്ത്, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത. ആ നിഅമത്ത് അള്ളാഹു വാരി കൊടുത്ത ഒരാളായിരുന്നു ഹാമാൻ. പക്ഷേ ആ ഹാമാനിന് അള്ളാഹു ആരോഗ്യം കൊടുത്തു. പക്ഷെ ആരോഗ്യത്തിന്റെ കൂടെ ഹിദായത്ത് കൊടുത്തില്ല. ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ മനുഷ്യന് ഹിദായത്ത് അനിവാര്യമാണെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തിയ ആളായിരുന്നു ഹാമാൻ. അതേപോലെ അതേ കാലഘട്ടത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്ന മറ്റൊരാളുണ്ട്, ഖാറൂൻ എന്ന് പറയുന്ന
ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു ഖാറൂൻ എന്ന് പറയുന്നത്. സൂറത്തുൽ ഖസസിൽ ആ ഖാറൂനിന്റെ സമ്പത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അതിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഖാറൂനിന്റെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ച ഖജനാവുകളുടെ താക്കോൽ കൂട്ടങ്ങൾ ചുമക്കാൻ ഒരു വാഹന വ്യൂഹം വേണ്ടിയിരുന്നു എന്ന് പറയുമാറ് സമ്പത്തിന്റെ ഉടമയായിരുന്നു ഖാറൂൻ. പക്ഷേ ഖാറൂനിന് അള്ളാഹു സമ്പത്തേ കൊടുത്തുള്ളൂ, അതിൻ്റെ കൂടെ ഹിദായത്ത് കൊടുത്തില്ല. അപ്പൊ ഹിദായത്തില്ലാണ്ട് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. വേറെ എന്ത് നിഅമത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആ നിഅമത്ത് ഈ ദുന്യാവിൽ തന്നെ അതിൻ്റെ ഒരു സന്തുലിതമായ സ്വഭാവത്തിൽ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ, നാളെ മരിച്ചുപോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ആ വിചാരണയുടെ മുമ്പിൽ മുട്ടുപറക്കാതെ മറുപടി പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യത്തിന്റെ ഭാഗമായി നമുക്ക് നൽകുന്ന ഹിദായത്ത് എന്ന് പറയുന്ന നിഅമത്ത് അനിവാര്യമായും ഉണ്ടാകണം. ആ നിഅമത്താണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് എന്ന് പറയുന്നത്. ആ നിഅമത്ത് നമുക്ക് എവിടുന്ന കിട്ടുക? ഒരു സംശയമില്ല, അത് കിട്ടുന്നത് ഖുർആൻ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലാണല്ലോ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന നമ്മൾ നടത്തുന്നത്. ആ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്ന ആ പ്രാർത്ഥന നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒന്നാമതായി പാരായണം ചെയ്യുന്നത് എന്താണ്? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലേ? ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഹിദായത്ത്, നിങ്ങൾ മുത്തഖികളാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു നല്ല മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഖുർആൻ, ഈ കിതാബ് ഒരു സംശയവുമില്ലാതെ അല്ലാഹ് പറയാണ് ലാ റൈബ ഫീഹി, നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഹുദൽ ലിൽ മുത്തഖീൻ, നിങ്ങൾ മുത്തഖിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവിടെ പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിന് അർത്ഥം വെക്കുന്നത്. മുത്തഖിയായ ഒരു മനുഷ്യന് പിന്നെ ഹിദായത്ത് ആവശ്യമില്ല. കാരണം മുത്തഖിയായ മനുഷ്യന്റെ മുത്തഖിയാവാനുള്ള യോഗ്യതയുടെ പേരാണ് ഹിദായത്ത്. ഹിദായത്തുള്ള മനുഷ്യനാണല്ലോ മുത്തഖിയാവുക. അപ്പോൾ ഒരാൾ മുത്തഖിയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഒരു നല്ല മനുഷ്യനായിട്ട് ഈ ഭൂമി ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരാള് സ്വയം മാറാൻ തയ്യാറാകാത്തിടത്തോളം അള്ളാഹു അവനെ മാറ്റൂല എന്നാണ്. എൻ്റെ ജീവിതത്തിൽ ചില കുറവുകൾ എനിക്കുണ്ട്, പോരാ, ഒരുപാട് പോരായ്മകളുണ്ട്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ബന്ധം ഊഷ്മളമല്ല. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞ ആ മനോഹാരിത അതിൽ അനുഭവപ്പെടുന്നില്ല. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നമാണ്. കച്ചവടത്തിൽ ഇസ്ലാമിന്റെ സൂക്ഷ്മതകൾ പാലിക്കാൻ കഴിയുന്നില്ല. ജോലി ചെയ്യുമ്പോൾ ആ ജോലിയുള്ള ഒരു നീതിപൂർവമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആരാധനാ കർമ്മങ്ങളിൽ സൂക്ഷ്മത പാലിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പല നിലക്ക് നമ്മളെക്കുറിച്ച് നമ്മളിങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ നമുക്കിങ്ങനെ ബോധ്യപ്പെടും. ആ പോരായ്മകൾ നമുക്ക് സ്വയം മനസ്സിലായി അതെല്ലാം തിരുത്തി ഒരു നല്ല മനുഷ്യനായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തോടൊപ്പം അള്ളാഹു നിൽക്കുകയും അവർക്ക് അള്ളാഹു ഈ ഖുർആനിലൂടെ ഹിദായത്ത് നൽകുകയും ചെയ്യും എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെയാണ് നമുക്ക് ഹിദായത്ത് കിട്ടുക. വേറെ മാർഗമൊന്നുമില്ല, വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറയുന്ന ഹിദായത്തിൻ്റെ വിശദീകരണമായി നമ്മുടെ മുമ്പിലുള്ള അതിൻ്റെ ഒരു പ്രായോഗികതയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആനും സുന്നത്തും ചേരുന്ന ഒരു ഹിദായത്താണ് നമ്മുടെ മുമ്പിലുള്ള ഈ നേരായ ജീവിതം നയിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ഒരു വൈകാരികത ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖുർആൻ നമ്മുടെ ഒരു വികാരമായി മാറുക, അള്ളാഹുവിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ട എന്തിനോടും വല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ്, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.
ഖുർആൻ ഒരു ഹൃദയ വികാരമായി മാറണം. അള്ളാഹുവിൻ്റെ ഖുർആനുമായുള്ള വല്ലാത്ത ഒരു ആത്മബന്ധം. ഫീ ളിലാലിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. ഷഹീദ് സയ്യിദ് ഖുതുബ് എന്ന് പറയുന്ന ലോകത്തിലെ അതിപ്രശസ്തനായ പണ്ഡിതൻ രചിച്ച ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഫീ ളിലാലിൽ ഖുർആൻ. ആ ഗ്രന്ഥം ആരംഭിക്കുന്നിടത്ത് അതിൻ്റെ ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ച ഒരു വാക്കുണ്ട്, നമ്മളൊക്കെ വല്ലാണ്ട് ചിന്തിപ്പിക്കുന്ന, നമ്മളൊക്കെ വല്ലാതെ ഖുർആനുമായി ആത്മബന്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു 2-3 വരികളാണ് ആ പാരഗ്രാഫിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയാണ്, അൽ ഹയാത്തു ഫീ ളിലാലിൽ ഖുർആനി നിഅമത്തുൻ ലാ യഅരിഫുഹാ ഇല്ലാ മൻ ദാഖഹാ വൽഹംദുലില്ലാഹ് ലഖദ് മന്നല്ലാഹു അലയ്യ ബിൽ ഹയാത്തി ഫീ ളിലാലിൽ ഖുർആനി ഫത്രതൻ മിനസ് സമാൻ ദുഖ്തു മാ ലം അദുഖ് ഖത്തു ഫീ ഹയാത്തി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അൽ ഹയാത്തു ഫീ ളിലാലിൽ ഖുർആനി നിഅമത്തുൻ, വിശുദ്ധ ഖുർആനിൻ്റെ തണലിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ് നിഅമത്ത്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ തണലിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുക എന്ന ഒരു നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്ത് നിങ്ങൾ ഒന്നാമതായിട്ട് അറിയണം. ഖുർആനിൻ്റെ തണലിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ് പടച്ചതമ്പുരാൻ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. ലഖദ് മന്നല്ലാഹു അലയ്യ ബിൽ ഹയാത്തി ഫീ ളിലാലിൽ ഖുർആനി ഫത്രതൻ മിനസ് സമാൻ, എൻ്റെ ജീവിതത്തിലെ വളരെ ചെറിയ ഒരു ഭാഗം ഈ ഖുർആനിൻ്റെ തണലിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം പടച്ചതമ്പുരാൻ എനിക്കും നൽകിയിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ ഒരു കാലം, എൻ്റെ ജീവിതത്തിലെ ചെറിയ ഒരു കാലം അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ തണലിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം പടച്ചതമ്പുരാൻ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. സുഖ്തു മാലം അദുഖ് ഖത്തു ഫീ ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രമാത്രം ആസ്വദിച്ച ഒരു കാലം ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടേയില്ല എന്ന് അദ്ദേഹം പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രമാത്രം ആസ്വദിച്ച ഒരു കാലം ഖുർആനിൻ്റെ തണലിലുള്ള ജീവിതം പോലെ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു സമയവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഷഹീദ് സയ്യിദ് ഖുതുബ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഖുർആനിൻ്റെ തണലിലുള്ള ജീവിതം ഉണ്ടായിരുന്നു, അതല്ലാത്തൊരു ജീവിതം ഉണ്ടായിരുന്നു. അല്ലാത്തൊരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. 10ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാടമാക്കിയ ഒരു ഹാഫിളായിരുന്നു സയ്യിദ് ഖുതുബ്. 10 വയസ്സിൽ ഖുർആൻ മുഴുവൻ മനപ്പാടാക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ഖുർആൻ ആ ഒരു ചെറിയ പ്രായത്തിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി അമേരിക്കയിൽ പോയി. അമേരിക്കയുടെ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾ അദ്ദേഹത്തെ പല വിധത്തിലും സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പരിധിവരെ ഒരു പാശ്ചാത്യൻ സംസ്കാരത്തിലൊക്കെ ആകൃഷ്ടനായി കൊണ്ട് ജീവിച്ച ഒരാളായിട്ടാണ് ഷഹീദ് സയ്യിദ് ഖുതുബിനെ ആ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടമൊക്കെ പിന്നിട്ട് ഒരു മധ്യവയസ്കനായ സമയത്താണ് അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നത്. ഈജിപ്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന പേരിൽ ഷഹീദ് ഹസനുൽ ബന്ന സ്ഥാപിച്ച ആ പ്രസ്ഥാനത്തിൽ ചേരുകയും അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തതിൻ്റെ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവുന്നത്. പിന്നെ വളരെ കുറഞ്ഞ കാലം അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. 53ാമത്തെ വയസ്സിലാണ് അദ്ദേഹം 43ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. 56ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ജമാൽ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഈജിപ്തിലെ ഭരണാധികാരി തയ്യാർ ചെയ്ത തൂക്കുമരത്തിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഷഹീദാവായിരുന്നു 56ാമത്തെ വയസ്സിൽ. എന്ന് പറഞ്ഞാൽ 13 വർഷമാണ് അദ്ദേഹം ഈജിപ്തിൽ ഇഖ്വാൻ മുസ്ലിമൂൻ എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ജീവിച്ചത്. ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം എന്തു പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ ഖുർആനിൻ്റെ തണലിൽ ഞാൻ ജീവിച്ച കാലം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച കാലം എന്ന് അദ്ദേഹം പറയുന്നത് ഈ കാലഘട്ടത്തെക്കുറിച്ചാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം ദുരിതപൂർണമായ ജീവിതമാണ് ഭൗതികമായ അർത്ഥത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ. കാരണം ആ കാലയളവിൽ മഹാഭൂരിപക്ഷവും അദ്ദേഹം ജയിലിനകത്താണ്. അന്നത്തെ ഈജിപ്തിലെ ജമാൽ അബ്ദുൽ നാസറിന്റെ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോണ്ടനാമയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്രയേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യം നിരപരാധികളായ ഫലസ്തീനികളെ പീഡിപ്പിക്കുന്ന ജയിലുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ജയിലുകളെയൊക്കെ
അതിനെ പോലും പിറകിലാക്കുന്ന വിധത്തിൽ അത്യധികം മാരകമായ മർദ്ദനമുറകളുള്ള ജയിലാണ് അന്നത്തെ ജയിൽ എന്ന് പറയുന്നത്. സൈനബുൽ ഖസാലിയുടെ ജയിലനുഭവങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ പലരും അത് വായിച്ചിട്ടുണ്ടായിരിക്കും. ജയിലനുഭവങ്ങൾ എന്ന പേരിൽ സൈനബുൽ ഖസാലി എന്ന് പറയുന്ന വനിത എഴുതിയ ഒരു പുസ്തകമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഈജിപ്തിൽ അവരെ അറസ്റ്റ് ചെയ്തിരുന്ന ആ ജയിലിനകത്ത് അവരനുഭവിച്ചിരുന്ന അങ്ങേയറ്റത്തെ ക്രൂരമായ മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും കഥകൾ പറയുന്ന പുസ്തകമാണ് ജയിലനുഭവങ്ങൾ. ആ ജയിലിലാണ് ഷഹീദ് സയ്യിദ് ഖുത്ബ് ഉണ്ടായിരുന്നത്. അവസാനം തൻ്റെ ജീവിതം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ചുകൊണ്ട് തൂക്കുകയറിൽ അവസാനിക്കുന്ന ആ നിമിഷം വരെയുള്ള ഈ കാലഘട്ടത്തെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച കാലം എന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് നൽകുന്ന തണല്. ഖുർആന്റെ തണലിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്ത് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അത്ഭുതകരമായ സ്വഭാവത്തിൽ ഈ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനപൂർണമായ ജീവിതം നയിക്കാനുള്ള ഒരു ത്വാക്കത്ത് പടച്ചതമ്പുരാൻ നമുക്ക് നൽകും എന്നതാണ് ആ ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഗസയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ 2 വർഷത്തിലധികമായി, അതിന് മുമ്പുണ്ട്, കഴിഞ്ഞ 2 വർഷം അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ ആ നാട് കടന്നുപോയ ഒരു കാലഘട്ടമാണ്. 70,000-ഓളം വരുന്ന നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യന്മാര് ഷഹാദത്ത് വരിച്ച ഈ 2 വർഷത്തെ അവരനുഭവിച്ച ദുരന്തത്തിന്റെ ആഴപ്പരപ്പുകൾ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അവരിപ്പോഴും നമ്മളെക്കാൾ സന്തോഷത്തിലാണ്. നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജീവിതം താങ്ങാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു BLO ആത്മഹത്യ ചെയ്തു കണ്ണൂരിൽ, അല്ലേ? ആ മനുഷ്യൻ ഏൽപ്പിച്ച ജോലിയുടെ ഭാരം താങ്ങാൻ കഴിയാതെ സമ്മർദ്ദം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യാണ്. യഥാർത്ഥത്തിൽ അതൊരു ആത്മഹത്യ ചെയ്യേണ്ട പ്രശ്നമാണോ? അല്ലാതെ പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമാണല്ലോ. പക്ഷേ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? ജീവിതത്തെ നമുക്ക് ധീരമായി അഭിമുഖീകരിക്കാനുള്ള കരുത്തില്ലാത്ത ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനത മലയാളികളാണ്. കാരണം ഒരു റിസ്കുമില്ലാണ്ട് ജീവിതം നയിക്കുക, ആ റിസ്കിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന, നമ്മുടെ ഒരു സേഫ് സോൺ തകരുന്ന ഒരു ഘട്ടം വന്നാൽ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടരായി നമ്മൾ മാറാണ്. അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഗസയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അലാ റജ എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ ഉണ്ട്, ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. അലാ റജ എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ ഒരു പ്രധാനപ്പെട്ട പീഡിയാട്രീഷ്യനാണ്. അവർ കുട്ടികളെ നോക്കുന്ന സ്പെഷ്യലിസ്റ്റാണ്. അവർ 10 മക്കൾ അവർക്ക്. മൂത്ത കുട്ടിയുടെ പ്രായം 12 വയസ്സ്, ചെറിയ കുട്ടിയുടെ പ്രായം 4 മാസം. 4 മാസം പ്രായമുള്ള മുലകുടി പ്രായം മാറിയിട്ടില്ലാത്ത 3 കുട്ടികൾ ഒന്നിച്ചുണ്ട് അവർക്ക്. മുലകുടി പ്രായം മാറിയിട്ടില്ലാത്ത 3 മക്കളുള്ള 10 മക്കളുടെ ഉമ്മയാണ് അലാ റജ എന്ന് പറയുന്ന ആ ഉമ്മ രാവിലെ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് തൻ്റെ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് വേണ്ടി പോയി. വൈകുന്നേരം തിരിച്ചു വന്നപ്പോ തൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ആദം എന്ന് പറയുന്ന 9ാമത്തെ മകനൊഴികെ ബാക്കിയുള്ള 9 മക്കളും ഷഹീദായിരിക്കുകയാണ്. 9 മക്കൾ ഒന്നിച്ച് ഷഹീദാവാണ്. ഭർത്താവ് മരണാസന്നനായി ആകപ്പാടെ പെടഞ്ഞിങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് ഉമ്മ കാണുന്നേ. അത് കാണുമ്പോ ആ ഉമ്മ പറയുന്നുണ്ട്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എൻ്റെ കൂടെ എൻ്റെ പടച്ചോനുണ്ട്. ആ പടച്ചോൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. ആ പടച്ചവനിൽ ഞാൻ എല്ലാം തവക്കുൽ ചെയ്യാണ്. നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? ഇങ്ങനെ അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ ആ ഉമ്മാക്ക് എന്തുകൊണ്ടാണ് കഴിയുന്നത്? ആ ഉമ്മാന്റെ മൂത്ത 2 കുട്ടികൾ ആഫിള എന്ന് പറഞ്ഞാൽ 12 വയസ്സുള്ള 11 വയസ്സുള്ള ആദമും അതിനുശേഷം ഷഹീദായ 2 മക്കള് ഈ ചെറിയ പ്രായത്തിൽ ഹാഫിളുകളായി. നമുക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ഒരുപക്ഷെ കേരളം വിട്ട് മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിം വീടുകളിൽ ഒരു വീട്ടിൽ ഒരു ഹാഫിളെങ്കിലും ഉണ്ടാവും, ഏറ്റവും ചുരുങ്ങിയതൊരു ഹാഫിളെങ്കിലും ഉണ്ടാവും. പക്ഷെ നമുക്കതിന് കഴിയുന്നില്ല. നമ്മളെന്താ വിചാരിക്കുന്നത്? അവൻ ഹാഫിളാകാൻ വേണ്ടി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ SSLCക്ക് +2 SSLCക്ക് ഫുൾ A+ കിട്ടൂല.
+2 ഫുൾ A+ കിട്ടൂല. അതുകൊണ്ട് ഹാഫിളാക്കാനൊന്നും തൽക്കാലം നമ്മൾ തയ്യാറല്ല. കാരണം നമ്മുടെ ഇൽമിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ എന്താണ്? ഭാവിയിൽ എൻ്റെ മകൻ എൻ്റെ മകൾ ഒരു പണം കായ്ക്കുന്ന മരമായി മാറണം, അല്ലേ? അല്ലെങ്കിൽ ഒരു പൊന്മുട്ടയിടുന്ന താറാവായി മാറണം. ഇതിനപ്പുറം വല്ല ചിന്തി നമുക്കുണ്ടോ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ലോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ സമൂഹത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതല്ലാതെ എൻ്റെ മകൻ ഖുർആൻ പഠിച്ച ഒരു നല്ല ഹാഫിളായി മാറണം, എൻ്റെ മകൻ എൻ്റെ കുടുംബം ഖുർആന്റെ തണലിൽ ജീവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇൽമിനെ സമീപിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. കാരണം ഇൽമിനെ കുറിച്ചുള്ള, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് തന്നെ മറ്റാരോ നമുക്ക് ഉണ്ടാക്കി തന്നതാ. മറ്റാരോ നമ്മൾ ഉണ്ടാക്കി തന്ന ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംവിധാനത്തെ നോക്കിക്കാണുന്നത്. അതിൻ്റെ എല്ലാ അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഗസയിലുള്ള ഈ മനുഷ്യന്മാര്, ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഈ പറയുന്ന മഴ പെയ്യും പോലെ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നതിനും ആ കുട്ടികൾക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? ആലോചിച്ച് നോക്കിയേ. ആ മക്കൾ ചിരിക്കുക. അവരുടെ ജീവിതം ഈ നിമിഷം ഈ പറയുന്ന ബോംബിന്റെ മുമ്പിൽ ശരീരം ചിന്നിച്ചിതറി മയ്യത്ത് ഖബറടക്കാൻ പോലും കിട്ടൂല എന്ന് അവർക്കറിയാം. പക്ഷെ എന്നിട്ടും അവർക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അൽ ഹയാത്തു ഫീ ളിലാലിൽ ഖുർആൻ. ഖുർആനിന്റെ തണലിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതാണ്. ഖുർആന്റെ തണലിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്ത് സാഹചര്യങ്ങളുണ്ടായാലും, ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അത്ഭുതകരമായ സ്വഭാവത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ ഗസയിൽ തന്നെ ഹോസ്പിറ്റലുകളിൽ ഒരു സൗകര്യമില്ല. ഈ കുട്ടികൾക്ക് അതേപോലെ തന്നെ മനുഷ്യന്മാർ പരിക്ക് പറ്റിയിട്ട് അവരെ സർജറിക്ക് വിധേയമാക്കുമ്പോൾ സർജറിക്ക് അനസ്തേഷ്യ കൊടുക്കണ്ടേ? പക്ഷെ അനസ്തേഷ്യ കൊടുക്കാൻ മരുന്നില്ല. അങ്ങനെ അനസ്തേഷ്യ ഇല്ലാതെ കുഞ്ഞുങ്ങളുടെ ശരീരം കീറിമുറിക്കുമ്പോൾ ആ മക്കള് അള്ളാന്റെ ഖുർആനിന്റെ ആയത്തുകൾ ആസ്വാദ്യകരമായി ഉരുവിട്ടുകൊണ്ട് ആ വേദനയെ മറക്കുന്ന അത്ഭുതകരമായ കാഴ്ച നമുക്ക് ഗസയിൽ കാണാൻ പറ്റുമ്പോ, അല്ലേ? അനസ്തേഷ്യക്ക് പകരം ഖുർആൻ ഓതിക്കൊണ്ട് വേദന മറക്കുന്ന ഒരു ജനത, അനസ്തേഷ്യ കൊടുക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഉരുവിട്ടുകൊണ്ട് വേദന മറക്കാൻ കഴിയുന്ന ഒരു ജനത, എങ്ങനെ അവർക്കതിന് സാധിച്ചു എന്ന് ചോദിച്ചാൽ അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് നൽകുന്ന കരുത്ത്. അതാണ് അൽ ഹയാത്തു ഫീ ളിലാലിൽ ഖുർആൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഖുർആൻ പഠിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ആ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമായി നമ്മൾ നിർണയിച്ചു വെക്കേണ്ടത്, എൻ്റെ ജീവിതം ഖുർആനിൻ്റെ തണലിലായിരിക്കും. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ തണലിൽ എൻ്റെ ജീവിതം ഞാൻ കെട്ടിപ്പടുക്കും ഇൻഷാ അള്ളാഹ് എന്ന ഒരു മനസ്സ് വെച്ചുകൊണ്ട്, എന്ന ഒരു നിയ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഖുർആനുമായുള്ള ഈ പഠനവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രതിഫലവുമൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. ഞാൻ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് സ്വഹാബികൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരു ദിവസം വന്നു. എങ്ങനെയായിരുന്നു റസൂൽ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാനും റസൂലിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത, മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് അവർ പിന്നെ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഈ വന്ന ആളുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ കുറേ കാലം ജീവിച്ചല്ലോ, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരു സംഭവം പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവി ഒരല്പനേരം ഇങ്ങനെ മൗനിയായി നിശബ്ദമായി ഇരുന്നിട്ട് അവർ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ റസൂലിൻ്റെ കൂടെ രാത്രി കിടക്കാണ്, ഞങ്ങൾ റൂമിൽ രാത്രി ഉറങ്ങാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും കൂടി പായയിൽ കിടക്കാണ്. ആ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ ആയിഷ, പ്രിയപ്പെട്ട ആയിഷ, ഈ രാത്രിയിൽ ഞാൻ മദീന പള്ളിയിൽ പോയി നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഈ രാത്രി മുഴുവനും അങ്ങനെ കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവി അള്ളാഹു റസൂലിനോട് പറഞ്ഞു, റസൂലേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നിങ്ങളുടെ കൂടെ ഒരു രാത്രിയിൽ ഒന്നിച്ച് കിടക്കാൻ പറ്റുക, ഇതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമുള്ള വേറൊരു കാര്യമല്ല. ഒരു രാത്രിയിൽ നിങ്ങളുടെ കൂടെ ഇങ്ങനെ കിടക്കാൻ കഴിയുന്നു എന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന, എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന വേറൊന്നും എൻ്റെ ജീവിതത്തിലില്ല. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട എൻ്റെ സന്തോഷം, നിങ്ങളുടെ സന്തോഷം എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിൻ്റെ കൂടെ നിൽക്കലാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് നിങ്ങൾ ഈ രാത്രിയിൽ പള്ളിയിൽ പോയിട്ട് എത്തിക്കാഫിരുന്ന് ദുആയിരുന്ന് ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിച്ച് രാത്രി കഴിഞ്ഞുകൂടണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ റസൂല് ആയിഷ ബീവിയോട് സലാം പറഞ്ഞ് പള്ളിയിൽ പോയി ആ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് ആ രാത്രി മുഴുവനും ഇബാദത്തിൽ മുഴുകി ദുആ ചെയ്ത് അങ്ങനെ ആ രാത്രി കഴിഞ്ഞുകൂടി. രാവിലെ സുബഹി ബാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പള്ളിയുടെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികളെപ്പോലെ കരയാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലിൻ്റെ ശരീരം മുഴുവനും നനഞ്ഞു കുളിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ഇരിക്കുന്ന ഭാഗത്തും കൂടി അതിൻ്റെ നനവ് വന്നിട്ടുണ്ടായിരുന്നു. അത്രത്തോളം റസൂല് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ബിലാൽ റളിയല്ലാഹുവിന് ആകെ ബേജാറായി റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, റസൂലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറാവുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഏതെങ്കിലും സന്ദർഭത്തിൽ വല്ല അപാകതകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹ് പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് 2 മറുപടി കൊടുത്ത്. ഒന്ന്, ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരാളായി മാറേണ്ടേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തുകൾക്ക് ഞാൻ നന്ദി ചെയ്യണമല്ലോ. അപ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാത്രി നിസ്കരിക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടിയാണ്. ആ ഇബാദത്താണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ബിലാൽ റളിയല്ലാഹുവിന് മറുപടി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്ന് വിശുദ്ധ ഖുർആനിലെ ചില ഭാഗങ്ങൾ ഓതിക്കേൽപ്പിച്ചു തന്നിരുന്നു. സൂറത്തു ആൽ ഇംറാനിലെ അവസാനത്തെ ഭാഗം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض എന്ന് പറയുന്ന ആ ഭാഗം ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് ഓതി തന്നിട്ട് പോകുന്ന സമയത്ത് ജിബ്രീൽ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് പോയത്. ആ ജിബ്രീലിന്റെ പ്രാർത്ഥന എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ ഉമ്മത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ജിബ്രീൽ ആ പ്രാർത്ഥന നടത്തിയത്. എന്തായിരുന്നു ആ പ്രാർത്ഥന? വൈലുൻ ലിമൻ ഖറഅഹാ വലം യഫ്ഹംഹാ എന്നായിരുന്നു ആ പ്രാർത്ഥന. ഈ ഖുർആനിലെ ആയത്തുകൾ അതിങ്ങനെ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാന്റെ നാശം. എന്താണ് അതിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ, എന്താണ് ആ ഖുർആനിൽ പറയുന്നത് എന്ന് മനസ്സിലാവാതെ ഇതിങ്ങനെ വെറുതെ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്ന് ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ഈ ആയത്തുകൾ അവതരിപ്പിച്ച് തിരിച്ചുപോയത്. എൻ്റെ ഉമ്മത്തെങ്ങാനും ഇങ്ങനെ ആയിപ്പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിൻ്റെ മറുപടി നൽകാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ മനസ്സിലാവുക എന്ന് പറയുന്നത്, അപ്പോഴാണല്ലോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഹിദായത്തായി മാറുക. അപ്പോഴാണല്ലോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ നിഅമത്തായി മാറുക. അങ്ങനെ നിഅമത്തായി മാറുന്ന സ്വഭാവത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനുമായുള്ള ഈ അറ്റാച്ച്മെന്റ് നമുക്ക് നിലനിർത്താൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മെ ഇത്തരം ഖുർആൻ പഠന വേദിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും, ഖുർആനിൽ ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം എന്ന് പറയുന്ന ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് മാത്രമേ അള്ളാഹ് പറയുന്നുള്ളൂ. 600-ലധികം പേജുകളുള്ള, 6000-ലധികം വരുന്ന ആയത്തുകളുള്ള, 114 അധ്യായങ്ങളുള്ള വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം എന്ന് പറയുന്ന ആയത്തുകളൊക്കെ പാടെ നമ്മൾ എടുത്ത് ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ 10 പേജ് പോലും ഉണ്ടാവില്ല. 10 പേജ് ഉണ്ടാവില്ല. അത്ര കുറച്ചേ ഖുർആനിലേ പറയുന്നുള്ളൂ. അഖീമുസ്സലാത്ത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് കൽപ്പിക്കുമ്പോൾ നിങ്ങൾ നിസ്കരിക്കണം, നിസ്കാരം നിങ്ങൾ ഇഖാമത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്,
എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്ന ചോദ്യത്തിനൊന്നും ഖുർആനിൽ അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി ഉത്തരം പറഞ്ഞിട്ടില്ല. എങ്ങനെ നിസ്കരിക്കണമെന്ന കൈഫിയത്തു സ്വലാത്ത് ഖുർആനിൽ എവിടെയില്ല. എപ്പോഴൊക്കെയാണ് നിസ്കരിക്കേണ്ടത്, ഔഖാത്തു സ്വലാത്ത്, അതിനെക്കുറിച്ചും വളരെ കൃത്യതയോടുകൂടി ഖുർആൻ പറഞ്ഞിട്ടില്ല. ഔഖാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അഖിമിസ് സ്വലാത്ത ലിദുലൂഖി ശംസി ഇലാ ഗസഖിൽ ലൈലി വ ഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ തുടങ്ങിയ ചില ആയത്തുകളിലൂടെ നിസ്കാരത്തിന്റെ സമയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ 5 വഖ്ത് നമ്മൾ എണ്ണി പറയുന്ന ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ, ഫജ്ർ അല്ലെങ്കിൽ സുബഹി എന്ന് പറയുന്ന ആ 5 വക്തുകളുടെ എണ്ണം ഖുർആനിൽ അങ്ങനെ എവിടെയും എണ്ണി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഈ ചേകന്നൂർ മൗലവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖുർആൻ ഓതിക്കൊണ്ടാണ് മൂപ്പര് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, 3 വക്തേ നിസ്കരിക്കേണ്ടുള്ളൂ എന്ന് ഖുർആൻ ഓതിക്കൊണ്ടാണ് പറഞ്ഞേ. ഖുർആൻ ഓതിക്കൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് അങ്ങനെ സമർത്ഥിക്കാൻ കഴിയും. അവസാന കാലമായപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കരിക്കന്നെ വേണ്ടതില്ല എന്ന് മൂപ്പര് പറഞ്ഞു. നിസ്കരിക്കന്നെ വേണ്ടതില്ല. കാരണം അഖിമിസ്വലാത്ത ലിദിക്രി എന്നാണല്ലോ, എൻ്റെ ദിക്ർ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ദിക്ർ ഉണ്ടെങ്കിൽ, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നിസ്കരിക്കന്നെ വേണ്ട എന്നും ഖുർആൻ ഓതിക്കൊണ്ട് ആ മനുഷ്യൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ നിസ്കാരം 5 വക്ത് നിസ്കരിക്കണം. അതിൻ്റെ രൂപം എന്താണ്, അതിൻ്റെ കൈഫിയത്ത് എന്താണ്, അതിൻ്റെ ഔക്കാത്തുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫർളുകൾ എന്താണ്, ഷർത്ത് എന്താണ്, അതിൻ്റെ സുന്നത്തുകൾ എന്താണ്, അതിൽ മക്രൂഹായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, എങ്ങനെയാണോ ഞാൻ നിസ്കരിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് നിസ്കാരം നമുക്ക് കാണിച്ചു തന്നു. അതിൻ്റെ പ്രായോഗിക രൂപം എങ്ങനെയാണെന്ന് വളരെ കൃത്യതയോടുകൂടി റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ റസൂലിൻ്റെ ഹദീസുകൾ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൂടിയായിരുന്നു ചേകന്നൂർ എന്നതുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടാണ് നിസ്കരിക്കേണ്ടതില്ല എന്ന് മുമ്പിൽ പറഞ്ഞു. ഞാനത് പറയില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹിൻ്റെ ഖുർആനിൽ വിശദമായിട്ട് പറയുന്നില്ല. നോമ്പിനെ കുറിച്ച് ഖുർആനിൽ ആകെ പറയുന്നത് വെറും 5 ആയത്തിലാണ്. റമദാൻ മാസത്തിൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണല്ലോ സൂമു എന്ന് പറയുന്ന ഖുർആന്റെ അല്ലെങ്കിൽ റസൂലിന്റെ കൽപ്പന. കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് ഖുർആൻ പറഞ്ഞ കൽപ്പന, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഇബാദത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിൽ വെറും 5 ആയത്തുകളിലേ പറയുന്നുള്ളൂ, 1.25 പേജ് മാത്രം. പിന്നെ നോമ്പിന്റെ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ റമദാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ച് അള്ളാഹു ആകെ സൂറത്തുൽ ബഖറയിലെ 5 ആയത്തുകളിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സക്കാത്തിന്റെ വിശദാംശങ്ങൾ ഖുർആനിലില്ല. 2.5% കൊടുക്കണോ, 5% കൊടുക്കണോ, 10% 20% വേണോ, അതൊക്കെ ഏതിലൊക്കെയാണ്, ഇതിന്റെ വിശദാംശങ്ങളൊന്നും സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നില്ല. പിന്നെ കുറച്ചും കൂടി ഖുർആനിൽ അധികം പറഞ്ഞൊരു ഇബാദത്ത് ഹജ്ജാണ്. മനുഷ്യന്റെ ആയുസ്സിൽ ഒരൊറ്റ തവണ മാത്രം നിർവഹിക്കേണ്ട ഇബാദത്ത് ആയതുകൊണ്ടാവാം മറ്റുള്ള ആരാധനകളെക്കാൾ കൂടുതൽ അതിൻ്റെ കൈഫിയത്ത്, അതിൻ്റെ സ്വഭാവം അള്ളാഹുവിൻ്റെ ഖുർആനിൽ കുറച്ചുകൂടി വിശദമായി പറയുന്നത് കാണാൻ സാധിക്കും. എങ്കിലും ഹജ്ജിന്റെ പൂർണ്ണരൂപം ഖുർആനിലില്ല. ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് പറയാൻ പിശുക്ക് കാണിച്ച ഖുർആൻ, അങ്ങനെ തന്നെ പറയാം, അത്ര പറഞ്ഞാൽ മതി. ആരാധനകളെ കുറിച്ച് കുറച്ച് പറഞ്ഞത് കൊണ്ട് ആരും നിസ്കരിക്കാതിരിക്കൂല എന്ന് അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു അള്ളാഹിനെ കുറിച്ച് ധാരണയുള്ള, പടച്ചവനെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാഥമികമായ ബാധ്യതയാണ് ആരാധനകളിൽ സൂക്ഷ്മത പാലിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സമഗ്രമായ സ്വഭാവത്തിൽ പറഞ്ഞാൽ തന്നെ ആളുകൾ അത് അനുസരിക്കുമെന്ന് അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആരാധനാ കർമ്മങ്ങളുടെ വിശദാംശങ്ങൾ ഖുർആനിൽ വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്തിനെ കുറിച്ചാ അല്ലേ? കടം. സൂറത്തുൽ ബഖറയിലെ 282 ആയത്ത്, ഒരു പേജ് നിറയെ. അങ്ങനെ വേറൊരു ആയത്തും ഖുർആനിലില്ല. ഒരു പേജ് നിറച്ച് അള്ളാഹു ഒരായത്തിൽ കടം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടത്, എങ്ങനെ എഴുതി വെക്കണം, എഴുതേണ്ട വാക്കുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സാക്ഷികൾ എത്ര ആൾ വേണം, അത്ര സാക്ഷിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും, സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത ഘട്ടം എന്താണ് എന്ന് തുടങ്ങി കടവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും അള്ളാഹുവിൻ്റെ ഖുർആനിൽ പടച്ചതമ്പുരാൻ അതിൻ്റെ പൂർണ്ണമായ സ്വഭാവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. നിസ്കാരത്തിൻ്റെ വിശദാംശം പറയാത്ത ഖുർആന് കടത്തിൻ്റെ വിശദാംശം നമ്മളെ പഠിപ്പിക്കുക. ഇത് ഒരു വൈരുദ്ധ്യമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും, പക്ഷേ അതൊരു വൈരുദ്ധ്യമേ അല്ല, അത് നമ്മുടെ ജീവിതമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന എന്തിനാ? പൈസ ഉണ്ടാക്കാനാ, അല്ലേ? സമ്പാദിക്കാൻ വേണ്ടിയിട്ടാ. ഇസ്ലാമിൽ അതൊരു തെറ്റുള്ള കാര്യമല്ല.
ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഏറ്റവും അധികം സമയം നമ്മൾ ചെലവഴിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി ആയുസ്സിന്റെ വലിയ സമയം ചെലവഴിക്കുന്നതിൽ തെറ്റില്ലെന്ന് മാത്രമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് ജുമുഅ നിസ്കാരം. വെള്ളിയാഴ്ച നമ്മൾ നടത്തുന്ന ജുമുഅ, ആ ജുമുഅയെ കുറിച്ച് ഖുർആൻ സൂറത്തുൽ ജുമുഅയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ എന്നാണ്. ജുമുഅ നിസ്കാരത്തിന് ബാങ്ക് കേട്ടാൽ പിന്നെ നിങ്ങൾ കച്ചവടം ചെയ്യരുത്. പെട്ടെന്ന് കച്ചവടമൊക്കെ അവസാനിപ്പിച്ച് കട അടച്ച് ഷട്ടർ അടച്ചു വെച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞാലോ, നിസ്കാരം കഴിഞ്ഞ് സുന്നത്തൊക്കെ കഴിഞ്ഞ് ദിക്റെല്ലാം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വെറുതെ പള്ളിയിൽ ഇരിക്കണ്ട. ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫൻതശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാഹ്. നിസ്കാരം കഴിഞ്ഞാൽ, ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പള്ളിയുടെ പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ അള്ളാന്റെ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് ആവശ്യമുള്ളത് നിങ്ങൾ കരസ്ഥമാക്കണം. നിങ്ങൾ പൈസ ഉണ്ടാക്കണം, നിങ്ങൾ സമ്പാദിക്കണം എന്ന് അള്ളാന്റെ ഖുർആൻ നമ്മോട് കൽപ്പിക്കുകയാണ്. കാരണം ഒരു ജനതയുടെ നിലനിൽപ്പിന് സമ്പത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് സൂറത്തുൻ നിസായിൽ അല്ലാഹ് പറയുന്നത്, വലാ തുഅ്തു സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു അലൈക്കും ഖിയാമൻ. നിങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായ സമ്പത്ത് അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഡ്ഢികളുടെ കൈകളിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ അതിനൊന്നും കൊള്ളാത്തൊരു സാധനമാക്കി മാറ്റൂ. നരേന്ദ്രമോദിയുടെ കയ്യിൽ അധികാരം കിട്ടിയതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ബുദ്ധിയുള്ളവരാവണം. കാരണം അതൊരു ജനതയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. ഒരു ജനതക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പൈസ അല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി ചെലവഴിക്കും. പക്ഷേ ആ സമ്പാദ്യം എങ്ങനെയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത്? സമ്പാദിച്ച ധനം നിങ്ങളുടെ കൈവശമെത്തിയാൽ അതെങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? ഇതിന് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം. അതിൽ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് കടം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ അത്ര ഗൗരവത്തിൽ പരിഗണിക്കാറില്ല. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരിച്ച ആളുടെ മയ്യത്ത് ജനാസ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ മെഹ്റാബിൽ കൊടുന്നു നോക്കും. മെഹ്റാബിൽ കൊടുന്നു വെച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ അനന്തരാവകാശികളായി അവിടെയുള്ള മക്കള് അല്ലെങ്കിൽ വാപ്പ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ മയ്യത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് പറയും, ഈ കിടക്കുന്നതിൻ്റെ വാപ്പയാണ്, ഈ വാപ്പാക്ക് കടം വല്ലതും ഉണ്ടെങ്കിൽ മക്കളായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയും, അല്ലേ? അങ്ങനെ പറയണം. പക്ഷെ അതൊക്കെ പറയുമ്പോഴും നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ഈ കിടക്കുന്ന എൻ്റെ വാപ്പയാണ്, എൻ്റെ വാപ്പാക്ക് 5 പൈസ കടല്ല, എൻ്റെ വാപ്പ ഈ ദുന്യാവിൽ നിന്ന് മരിച്ചുപോയി, ശരിയാണ്. പക്ഷേ ഒരാളുമായി ഒരു ഹക്കടപാടും ബാക്കി വെക്കാതെ എല്ലാ കടവും എല്ലാ ഇടപാടുകളും പൂർത്തീകരിച്ചുകൊണ്ടാണ് എൻ്റെ വാപ്പ ഈ മണ്ണിൽ നിന്ന് വിട പറയുന്നതെന്ന് ഉറപ്പിക്കാൻ ഒരു മയ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കിന്ന് കഴിയോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹ് റസൂലിന്റെ കാലഘട്ടത്തിൽ സ്വഹാബികളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കൊണ്ടുവന്നാൽ റസൂൽ ആ മയ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കും, ഹൽ യബ്ഖാ ദൈനുൻ, ഈ മനുഷ്യന് വല്ല കടം ബാക്കിയുണ്ടോ, ഇയാൾക്ക് വല്ല കടം ബാക്കിയുണ്ടോ എന്ന് ചോദിക്കും. വളരെ അപൂർവം കേസുകളിൽ, വളരെ അപൂർവം, റയറായി അതിന് മറുപടി കിട്ടും ഇയാൾക്ക് കടണ്ട്. അപ്പൊ റസൂൽ പറയും, സല്ലു സ്വാഹിബക്കും. റസൂൽ ആ മയ്യത്തിന് വേണ്ടി ഇമാമുക്കൂല. കടമുള്ള മയ്യത്തിന് വേണ്ടി റസൂൽ ഇമാമുക്കാറുണ്ടായിരുന്നില്ല. റസൂൽ ബാക്കിലേക്ക് മഅ്മൂമായിട്ട് മാറി നിൽക്കും, വേറെ ആരെങ്കിലും പിടിച്ച് ഇമാം നിർത്തും. ഇത്ര ഗൗരവപ്പെട്ട വിഷയ കടം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ ആ കടത്തെക്കുറിച്ച് ഇങ്ങനെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം സൂക്ഷ്മതകൾ പാലിക്കേണ്ടതുണ്ടോ ആ സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ സാമ്പത്തിക ജീവിതം ഫീ ളിലാലിൽ ഖുർആൻ, എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ഖുർആന്റെ തണലിലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് പറയുന്നത്. നമ്മുടെ സാമൂഹ്യ ഇടപെടലുകൾ, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. നമ്മളൊരു കൂട്ടായ്മയായി മാറുമ്പോഴാണ്, നമ്മൾ എന്ന് പറയുന്ന ഒറ്റയാനല്ല, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ ചുറ്റും ഞാൻ പണിതിട്ടുള്ള സെൻട്രൽ ജയിലിൻ്റെ മതിൽക്കെട്ടിനേക്കാൾ വലിയ മതിൽക്കെട്ടുമെന്ന ഒരു പരിമിതമായ ലോകത്ത് തവളകൾ പൊട്ടക്കിണറിൽ ജീവിക്കുന്നത് പോലെ ഒരു മനുഷ്യന്, ഒരു മുഅ്മിനായ മനുഷ്യന് ഈ ദുന്യാവിൽ ജീവിക്കാൻ കഴിയില്ല.
കാരണം അവന് സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിലെ പലരുമായി നിരന്തരമായി അയാൾക്ക് ഇടപെടേണ്ടി വരും. ആ ഇടപെടുമ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, ആ സാമൂഹ്യ ജീവിതത്തിൽ എന്തെല്ലാം ബാധ്യതകളുണ്ട്, എന്തെല്ലാം കടപ്പാടുകളുണ്ട്, അയൽവാസികളോടുള്ള ബന്ധങ്ങൾ, സഹയാത്രികരോടുള്ള ബന്ധങ്ങൾ, ജോലി ചെയ്യുമ്പോൾ മുതലാളിയോടുള്ള ബന്ധം, മുതലാളിക്ക് തൊഴിലാളിയോടുള്ള ബന്ധം, അതേപോലെ തന്നെ പഠിക്കുമ്പോൾ സഹപാഠികളായ വിദ്യാർത്ഥികളോടുള്ള ബന്ധം, ഇങ്ങനെ മനുഷ്യരുടെ വ്യത്യസ്തമായ മേഖലകളിൽ പല വിധത്തിലുള്ള ബന്ധങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ബന്ധങ്ങൾ ഊഷ്മളമായി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബജീവിതം സമയം നമ്മുടെ മുമ്പിൽ കുറവായതുകൊണ്ട് ഞാൻ വിശദാംശങ്ങൾ ഒഴിവാക്കുകയാണ്. കുടുംബജീവിതം, കുടുംബം എന്ന് പറയുന്നത് ഇന്ന് തകർക്കാൻ വേണ്ടി പലരും പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നൂറയും മാതിലയും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് അവർ ആഘോഷിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവർ നമുക്ക് പോലും ചിലപ്പോൾ ഭയങ്കര സംഭവമാണ് എന്ന തോന്നലുണ്ടാവുന്നത്? മനുഷ്യന്റെ ജീവിതത്തിൽ കുടുംബം എന്ന് പറയുന്ന സംവിധാനം തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്താധാര വളരെ ആസൂത്രിതമായി നമ്മുടെ സമൂഹത്തിൽ, വിശിഷ്യ മുസ്ലിം ഉമ്മത്തിനകത്ത് വളരെ ആസൂത്രിതമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഈ ലോകത്ത് മുതലാളിത്തത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ, അവരുടെ ആസ്വാദനത്തിന്റെ ലോകഘടന, ഈ ലോകത്ത് നിയന്ത്രണങ്ങളില്ലാത്ത, പരിധിയില്ലാത്ത ഒരു ലോകത്തെ നിർമ്മിച്ചെടുക്കണമെങ്കിൽ അവരുടെ മുമ്പിലുള്ള ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ: ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഫാമിലി ലൈഫിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്. അത് തകർന്നാൽ ഈ ലോകത്തിന് പിന്നെ നിൽക്കാൻ കഴിയില്ല. ഈ ലോകത്തിന് ഒരു നിമിഷം മുന്നോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ടാണല്ലോ ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹ് പറയുന്നുണ്ട്: യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു സാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ വലകിൻ അസാബല്ലാഹി ശദീദ് എന്നാ ഖുർആൻ പറയുന്നത്. ഈ ലോകം അവസാനിക്കും, അത് വല്ലാത്തൊരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ആ സംഭവത്തിന് നിങ്ങളെങ്ങാനും സാക്ഷിയായിട്ടുണ്ടെങ്കിൽ, ഈ ലോകം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ അർളഅത്. ഈ ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഒരു ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹമാണ്. അതൊരു പക്ഷെ നമുക്ക് ആണുങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം, ആ ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം അതിൻ്റെ മാക്സിമം അവസ്ഥയിലേക്ക് എത്തുന്ന സമയം എപ്പോഴാണെന്നറിയോ? ആ ഉമ്മയുടെ മാർവിടത്തിൽ നിന്ന് ആ കുഞ്ഞ് പാലിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാല് കുടിക്കുന്ന കുഞ്ഞിൻ്റെ തലയിലിങ്ങനെ തലോടി ആസ്വദിച്ചിരിക്കുന്നൊരു സമയമുണ്ടല്ലോ, അല്ലേ? അത് വല്ലാത്തൊരു സമയമാണ്. ആ അറ്റാച്ച്മെന്റ് വേറൊരു സമയത്തുണ്ടാവില്ല. അവിടെ പിടിച്ച് അല്ലാഹ് പറയാണ്, ഈ ലോകം അവസാനിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഉമ്മ വലിച്ചെറിയും. സ്വന്തം മാർവിടത്തിൽ നിന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അടർത്തി മാറ്റി അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ പെണ്ണ് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ഓടിപ്പോകുന്ന ഒരു നാളാണത് എന്ന് പറഞ്ഞാൽ അതൊരു, ഞാൻ മനസ്സിലാക്കുന്നു, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഈ ലോകത്ത് കുടുംബ ബന്ധത്തിന്റെ അവസാനത്തെ ചരടാണത്. ഈ ലോകത്ത് നിലനിൽക്കുന്ന കുടുംബ ബന്ധത്തിന്റെ അവസാനത്തെ ചരട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒരു ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം. ആ സ്നേഹബന്ധവും നിലനിർത്താൻ കഴിയാത്ത വിധം കുടുംബത്തിന്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം നിലനിൽക്കൂല, ലോകം അവസാനിക്കും. പിന്നെ ഈ ലോകം അവസാനിക്കും എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നിന്നുകൊടുക്കാതെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇന്ന് പുതിയ കുട്ടികളിൽ കല്യാണം കഴിക്കേണ്ടതില്ല, കല്യാണം കഴിക്കൂല. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ പറയുന്നുണ്ട് കല്യാണം കഴിക്കേണ്ടതില്ല. അവരോട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണത്തെ കുറിച്ച് പറഞ്ഞാൽ അവർ പറയും PG കഴിഞ്ഞിട്ടാവാം. PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ PhD എടുത്തിട്ടാവാം. PhD കൂടി കിട്ടിയാലോ ഒരു ജോലി ഉണ്ടാവട്ടെ, ജോലി കിട്ടിയാലോ പിന്നെ ഒരാൾ സെൽഫ് സഫിഷ്യൻ്റ് ആയല്ലോ, ഇനിയിപ്പോൾ എന്തിനാ ഭർത്താവ്, ഇനി എന്തിനാ ഭാര്യ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനോഘടന വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ആ കുട്ടികളെ കുറ്റം പറയേണ്ട കാര്യമില്ല.
ആ കുട്ടികൾക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ചില എക്സ്പീരിയൻസ് ഉണ്ട്. ഈ വാപ്പാനും ഇമ്മാനെയും കണ്ടിട്ടാണല്ലോ ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പോകേണ്ടത് എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്. കാരണം ആ മക്കൾക്ക് കൺകുളിർമയുള്ള അനുഭവങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ എന്ന നിലക്ക് പലപ്പോഴും നമുക്ക് കഴിയാതിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് മക്കൾ തീരുമാനിക്കുക, ഞങ്ങൾക്കിത് വേണ്ട. എന്തിനാ വെറുതെ ഏടാകൂടത്തിൽ പോയി ചാടുന്നത്? എല്ലാവരും തീരുമാനിക്കാം. ഈ സാഹചര്യം നമ്മുടെ വീടകത്തിൽ ഇല്ലാതിരിക്കാൻ പറ്റുന്ന എല്ലാ കുടുംബത്തിന്റെ മനോഹാരിതയും അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന കുടുംബ ബന്ധത്തിന്റെ മനോഹാരിത, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഈ അടുത്ത് പുറത്തിറങ്ങിയ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇത് എൻ പാത, എൻ അധികാരം, വഴിതെറ്റാനുമുണ്ട് അവകാശം എന്ന് മക്കൾ പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ ഉപദേശം നന്നാക്കാനൊന്നും നിങ്ങൾ വരരുത്, ഞങ്ങൾക്കൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ ഞങ്ങൾ സ്വതന്ത്രമായി പോകും, ഞങ്ങളെ നിയന്ത്രിക്കാനോ ഞങ്ങൾക്ക് ചരട് വെക്കാനോ നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം മക്കൾക്കിടയിൽ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന പലവിധ അജണ്ടകളും ഈ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബജീവിതത്തിന്റെ മനോഹാരിത നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി പടച്ചതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഖുർആനിന്റെ തണലിലാണെന്ന് ഉറപ്പുവരുത്താൻ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ ഖുർആൻ അതിൻ്റെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം സൂറത്തു നൂർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നിടത്ത് സൂറത്തു നൂറിൽ അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലിയസ്തഅ്ദിൻകുമുല്ലദീന മലക്കത് ഐമാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്ത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ വഹീന തളഊന സിയാബകും മിനൽ ളഹീറ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാം. എന്താ പറയുന്നത്? നിങ്ങളുടെ മക്കൾക്ക് പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത, ബുലൂഗെത്തിയിട്ടില്ലാത്ത നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കൊച്ചുമക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഗർഭം ചുമന്ന് പ്രസവിച്ച് നൊന്ത് പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ, നമ്മുടെ മക്കള് പ്രായപൂർത്തിയെത്താത്ത ആ കൊച്ചുമക്കള് 3 സന്ദർഭങ്ങളിൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ, നമ്മുടെ സ്വകാര്യ റൂമിലേക്ക് വരുമ്പോൾ അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രമേ അവർ വരാവൂ എന്ന് അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. 3 സന്ദർഭത്തിൽ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നിങ്ങളുടെ മക്കള് വാതിൽ തുറന്ന് അനുവാദമില്ലാതെ വരാൻ പാടില്ല. ഏതാണ് ആ സമയം? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയം. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ബെഡ്റൂമിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് നമ്മുടെ മക്കള് അനുവാദമല്ലാണ്ട് നമ്മുടെ ബെഡ്റൂമിലേക്ക് വരാൻ പാടില്ല. വഹീന തളഊന സിയാബകും മിനൽ ളഹീറ, ഉച്ച സമയത്ത് നിങ്ങൾ വസ്ത്രം ഊരി വെച്ച് നിങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ബെഡ്റൂമിൽ പോകുന്ന സമയം, ആ സമയത്തും നിങ്ങളുടെ മക്കൾ അനുവാദമല്ലാതെ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വരാൻ പാടില്ല. വമിൻ ബഅദി സ്വലാത്തുൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്തും നിങ്ങളുടെ മക്കൾ അനുവാദമല്ലാണ്ട് ബെഡ്റൂമിലേക്ക് വരാൻ പാടില്ല എന്ന തർബിയത്ത് മക്കൾക്ക് കൊടുക്കണം എന്ന് അല്ലാഹ് പറയാണ്. നിസ്കാരത്തിന്റെ വിശദാംശങ്ങൾ പറയാത്ത ഖുർആന് എന്തിനാണ് മക്കൾക്ക് ഇങ്ങനെ ഒരു തർബിയത്ത് കൊടുക്കണമെന്ന് പറയുന്നത്? തർബിയത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല അവന്റെ സദാചാര ബോധവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ധാർമ്മികത, മൊറാലിറ്റി, എത്തിക്സ്, വാല്യൂ എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു തലമുണ്ട്. ആ തലത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ പോയാൽ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ എന്ന് പറയുന്ന, അവര് നാൽക്കാലികളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് ധാർമ്മികത, സദാചാരം, മൊറാലിറ്റി, വാല്യൂ, എത്തിക്സ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെയും നമ്മുടെ മക്കളുടെയും ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവണം. കുട്ടികൾക്ക് 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, അല്ലേ? മുറു ഔലാദകും ഇദാ ബലഗു 7 സിനീൻ, 7 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ കുട്ടികളെ നിസ്കരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന സ്വഭാവത്തിൽ ചെറിയ ശിക്ഷാ നടപടികൾ നൽകണം എന്ന് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേ ഹദീസിൽ, നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ഇതേ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് ഒരു കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അതേ ഹദീസിൽ തന്നെ, പക്ഷെ പലപ്പോഴും നമുക്കത് അറിയാറില്ല, അതിനെക്കുറിച്ച് ആരും പറയാറുമില്ല.
ഇതേ ഹദീസിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് 10 വയസ്സായി കഴിഞ്ഞാൽ ഫർരിഖുഹും ഫിൽ മലാജി, കുട്ടികളെ നിങ്ങൾ വിരിപ്പിൽ മാറ്റി കിടത്തണം. 10 വയസ്സായ കുട്ടികളെ ഒറ്റ വിരിപ്പിൽ കിടത്തിയുറക്കാൻ പാടില്ല. 2 റൂം എടുക്കാൻ പറ്റുമെങ്കിൽ 2 റൂം, അല്ലെങ്കിൽ 2 ബെഡ് സ്പേസ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. 10 വയസ്സുള്ള കുട്ടികളെ ഒരേ ബെഡിൽ കിടത്തിയുറക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന അതേ ഹദീസിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഖുർആനിന്റെ ഹിദായത്തിന്റെ, ഖുർആന്റെ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത്. എത്രത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദ നമ്മൾ ചിന്തിക്കാറുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളായ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, നിങ്ങളല്ലാത്ത മറ്റൊരാളുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം ചൊല്ലിക്കൊണ്ട് അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ അവരുടെ വീട്ടിൽ പ്രവേശിക്കാവൂ. സലാം പറയാതെ അനുവാദം ചോദിക്കാതെ മറ്റൊരാളുടെ വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ആ വീട്ടിൽ നിങ്ങൾ വേറെ ആരും, ആ വീട്ടിൽ നിങ്ങളെ സ്വീകരിക്കാൻ ആരുമില്ലെങ്കിൽ നിങ്ങളൊരു കാരണവശാലും വീട്ടിൽ പ്രവേശിക്കരുത്. അവർ മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് മടങ്ങി നിങ്ങൾ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പ്രവേശിക്കേണ്ട മര്യാദ പോലും അള്ളാഹുവിൻ്റെ ഖുർആനിൽ എന്തിനാണ് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത്? ഇതാണ് ഖുർആൻ, നമ്മുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ വഴി കാണിച്ച് നൽകുന്ന ഹിദായത്തിൻ്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തോടുള്ള നമ്മുടെ മാനസികമായ ബന്ധം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മാനസികമായ ബന്ധം നമ്മളെ ഊഷ്മളമായി ഏത് സന്ദർഭത്തിലും നിലനിർത്തി കഴിഞ്ഞാൽ തീർച്ചയായും ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഈ ഖുർആൻ പഠനവേദി അള്ളാഹുവിൻ്റെ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെ ഏറ്റവും ഊഷ്മളമായി നിലനിർത്താൻ, അതിൻ്റെ എല്ലാ വൈകാരികതയും മുറ്റി നിൽക്കുന്ന ബന്ധമാക്കി ഖുർആനുമായുള്ള നമ്മുടെ ഈ ബന്ധത്തെ നിലനിർത്താൻ, അതുവഴി അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ തണലിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ ഇരുത്തം, നമ്മുടെ ഈ മജ്ലിസ്, നമ്മൾ തുടർന്നു പോകുന്ന ഈ പഠന സംവിധാനങ്ങൾ ഒരു നിമിത്തമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനും റഹീമുമായ നാഥ, ഒരുപാട് പോരായ്മകൾ, കുറവുകൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ തമ്പുരാനെ. ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ നാഥ. നിന്റെ കാരുണ്യത്തിൻ്റെ ചിറകിൻ്റെ സംരക്ഷണം അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, നീ കാണിച്ചു തന്ന ഹിദായത്തിൻ്റെ വഴിയിലൂടെ അള്ളാഹുവേ നിന്റെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. ജീവിതത്തിൻ്റെ ഏത് പരീക്ഷണങ്ങളെയും ഏത് ഘട്ടങ്ങളെയും അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ കൊണ്ട് നേരിടാനുള്ള ഈമാനികമായ ശേഷി പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് നീ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ, ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈയുടെ ഈ മജ്ലിസിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്കറിയാവുന്ന തന്നെ പല രോഗികളും ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ, അതേപോലെ തന്നെ മറ്റു പലരും പല വിധത്തിലുള്ള ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നാഥ. അവർക്ക് നീ സുഹത്ത് നൽകണമേ തമ്പുരാനെ, ആഫിയത്ത് നൽകണമേ നാഥ. ജീവിതം ഹൈറാകുന്നിടത്തോളം ആഫിയത്തോടുകൂടി ജീവിക്കാനും മരണം ഹൈറാകുന്ന സന്ദർഭത്തിൽ ഈമാനോടെ മരിക്കാനും അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഇണതുണകൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളിൽ നീ ബർക്കത്ത് ചെയ്യണമേ നാഥ. ഞങ്ങളുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണമേ നാഥ. ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നീ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ മുസ്ലിം ഉമ്മത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യ രാജ്യത്തും പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവേ നീയാണ്. പടച്ച തമ്പുരാനെ, ഈ പരീക്ഷണങ്ങളെ ഈമാനിൻ്റെ കരുത്തോടുകൂടി തരണം ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മുസ്ലിം ഉമ്മത്തിന് നേരെ, ഇസ്ലാമിന് നേരെ കുതന്ത്രങ്ങൾ പയറ്റുമ്പോൾ അള്ളാഹുവേ നിന്റെ തന്ത്രങ്ങൾ അതിനേക്കാൾ മികച്ചതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ തന്ത്രങ്ങൾ കൊണ്ട്
കൊണ്ട് ഇവരുടെ തന്ത്രങ്ങൾ നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. ഗസ്സയിൽ ആ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ അല്ലാഹുവേ ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ്. അവർ നിന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ്. നാഥ, അവരെ നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ. അവർക്ക് ആശ്വാസം നൽകണമേ തമ്പുരാനെ. അവർക്ക് നിന്റെ നിഅ്മത്ത് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. സുഡാനിൽ ആ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യധികം ഭീകരമായ പരീക്ഷണങ്ങൾ അല്ലാഹുവേ അവരെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അവർക്ക് എല്ലാ നിലക്കും നിന്റെ സഹായം കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായം കൊണ്ട് അതിനെയൊക്കെ നേരിടാനുള്ള കരുത്ത് നീ നൽകണമേ നാഥ. റബ്ബന തഖബ്ബൽ ദുആഅന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക والجنة ونعوذ بك من سخطك والنار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظنا من كل بلاء الدنيا ومصيباتها وفتنها يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصرنا وانصر إخواننا الذين يجاهدون في سبيلك يا رب العالمين. اللهم أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا لا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الظالمين عنا يا خفي الألطاف. نجنا مما نخاف. اللهم يا غني يا حميد يا رحيم يا ودود أغننا بحلالك عن حرامك وبطاعتك وبفضلك عمن سواك. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم وارحمنا برحمتك يا أرحم الراحمين. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.